പലപ്പോഴും പല മനുഷ്യരുടെയും ഒരു വലിയ പരാതിയാണ് അഭിഷേകം കിട്ടുന്നില്ല. പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയാൻ ആഗ്രഹിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, ധ്യാനം കൂടുന്നുണ്ട്. പക്ഷേ അഭിഷേകം കൊണ്ട് നിറയുന്നില്ല, ആഗ്രഹിക്കുന്ന ഒരു അഭിഷേകം കിട്ടുന്നില്ല എന്നുള്ളത്. പക്ഷേ ഇതിന് ഒരു നല്ല മറുപടി പരിശുദ്ധ അമ്മ നമ്മളോട് കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട്, നമ്മൾ എന്ത് ചെയ്യണമെന്ന്. കാരണം അമ്മയോട് മംഗളവാർത്ത അറിയിച്ചതിന് ശേഷം അമ്മ അതിൻ്റെ അവസാനം പറയുന്നുണ്ട്, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ. ആ നിമിഷമാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവ് അവളുടെ മേലേക്ക് പൂർണ്ണമായിട്ടും വന്ന് വസിച്ചത്. അതായത് ലാളിത്യമുള്ള ഉണ്ടാവുക, എളിമയുണ്ടാവുക എന്നുള്ളത് പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഒരു മുന്നൊരുക്കമാണ്. എളിമയുള്ളവർക്കാണ് ദൈവം തൻ്റെ കൃപ തരുന്നത്, പരിശുദ്ധാത്മാവിനെ തരുന്നത്. അതുകൊണ്ട് ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ദാഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എളിമയുള്ളവരാകാൻ നമുക്ക് ശ്രമിക്കാം, എളിമയോടെ പ്രാർത്ഥിക്കാം. തീർച്ചയായും ആത്മാവ് നമ്മളെ അഭിഷേകം ചെയ്യും.